ഏകദേശം ഒരു 400 to 500 ഇടയിൽ CNG ഞാൻ കാണിച്ചത്. ഓൺലൈനിൽ 3 മണിക്കൂർ കൊണ്ട് 10 ട്രിപ്പ്. ഓക്കെ, രാത്രിയാണ് ഇറങ്ങിയതെന്ന്. പൊതുവെ നോമ്പിന് നമുക്ക് നൈറ്റിൽ ഓട്ടം കുറവാണ് പൊതുവെ. കാരണം എന്താണെന്ന് അറിയില്ല. സാധാരണ നമ്മളങ്ങനെ മെനക്കെടാണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റില്ലുണ്ടായിരുന്നു രാത്രി. പക്ഷെ നോമ്പായതുകൊണ്ട് തന്നെ കുറച്ച് ഓട്ടം കുറവാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും പീക്ക് ടൈമിൽ ഇറങ്ങാൻ നോക്കുക. ഞാൻ ഇപ്പം ഇന്ന് ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ എത്ര മണിക്കാണ് ഇന്ന് ഇറങ്ങിയത്? 8 മണിക്കാണ് ഞാൻ ഇറങ്ങിയത്. കാരണം നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത്. ഏകദേശം 8 മണിയായി ഇറങ്ങിയപ്പോഴത്തേന്. അപ്പോൾ ഞാൻ ഓടിയത് ട്രിപ്പ് ആവുന്നുണ്ട്, പക്ഷെ ഞാൻ എടുത്തതൊക്കെ ചെറിയ ട്രിപ്പാണെങ്കിൽ പിന്നെ 2.5 കിലോമീറ്റർ, പിന്നെ 2 കിലോമീറ്റർ, ഈ രീതിക്കാണ് ഞാൻ എടുത്തതൊക്കെ. നമ്മൾ എങ്ങനെ ഓടിയാലും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടം വരില്ല. കാരണം ഞാൻ ഒരു ഭാഗത്തുനിന്ന് നഷ്ടം വന്നാൽ മറ്റൊരു ഭാഗത്തുനിന്ന് ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതിൽ എനിക്ക് നഷ്ടം വരാറില്ല. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഓടലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എന്തായാലും പോയൊക്കെ എത്ര വരെ ഓടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കാരണം 3-4 മണിയാകുമ്പോഴത്തേക്കും നിർത്തും. അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഓട്ടം നിർത്തി. ഏകദേശം ടൈം കണ്ടോളി. ടൈം എന്താ വരാത്ത? 2 മണി 1:55. ഞാൻ ഇറങ്ങിയത് 8 മണിക്ക്. ഞാൻ കയറുകയാണെങ്കിൽ ഞാൻ ട്രിപ്പാക്കാനേ കയറുള്ളൂ, അല്ലാതെ പറഞ്ഞും കയറില്ല. അപ്പം ഞാൻ എത്ര മണിക്കൂർ എത്ര ഓടി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓൺലൈനിൽ 3 മണിക്കൂർ കൊണ്ട് 10 ട്രിപ്പ്. ഓക്കെ, 1760 ക്യാഷ് കളക്ഷൻ 560. ഇതിലിപ്പം ഞാൻ CNG പമ്പിൻ്റെ അടുത്തുള്ളത്, ക്യൂലുള്ളത്. ഓക്കെ, അപ്പം ഇനി ഇതിലുണ്ട് എണ്ണ. ഇനി കണ്ടോളി, 5 കട്ട ഇതിലുണ്ട്. ഏകദേശം ഒരു 400 to 500 ഇടയിൽ CNG ഞാൻ കാണിച്ചത്. ഓട്ടമില്ല, പിന്നെ ഓടിച്ച് ലാഭമില്ല, നഷ്ടമാണ് എന്ന് പറയാൻ നിൽക്കണ്ട. വന്നിട്ട് വെറുതെ നട്ടം തിരിഞ്ഞ് കളിച്ചിട്ട് കാര്യമില്ല. വരുന്ന സമയത്ത് പീക്ക് ടൈം നോക്കി ഓടുക, അതാണ് മെയിനായി ചെയ്യാനുള്ളത്. പീക്ക് ടൈം നോക്കി ഓടുക. ആ പീക്ക് ടൈം നോക്കി ഓടിക്കഴിഞ്ഞാൽ ആർക്കും ഇവിടുന്ന് സമ്പാദിക്കാം, ആർക്കും ഇവിടുന്ന് ഉണ്ടാക്കാം. 1200 റുപ്യ എങ്ങനെയാലും. ഇപ്പം ഞാൻ 2200 ഓടി. ഇപ്പം ഞാൻ റെൻറ്റിന് ഓടുന്നവരാണെങ്കിൽ ഒരു 550 റുപ്യ റെൻറ്റും, ഒരു 400-500 റുപ്യക്ക് CNG വരും. ബാക്കി 1200 ബാക്കിയല്ലേ? 1200 ബാക്കി. ഭക്ഷണമെന്ന് ചോദിക്കും. ഭക്ഷണത്തിന് ഒരു 10-200 റുപ്യ ആവുള്ളൂ. ഇപ്പം നോമ്പ് കൂടിയാണ്. ഫീസിൻ്റെ എനിക്ക് ഇനിയും ബാക്കിയുണ്ട്. എത്ര അറിയങ്ങൾ ഡ്രൈവർ പാസ് നമ്മൾ കാണിക്കുന്നുണ്ടോ? ഇനി എനിക്ക് ബാക്കിയുള്ള പൈസ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി 2371 റുപ്യ ഇനിയും ബാക്കിയാണ് ഡ്രൈവർ പാസിൽ. മനസ്സിലായോ? അതുവരെ ഞാൻ ഓടുന്നതിൽ എനിക്ക് ആകെ വരുന്നത് റെൻറ്റും ഫുഡും മാത്രമേ ഉള്ളൂ. റൂമുള്ളവർക്ക് റൂമും. അതായത് 3000 റുപ്യക്ക് ഓടുന്നവരും 1500 റുപ്യക്ക് ഓടുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ലാഭമുണ്ട്. 2500 റുപ്യക്ക് ഓടിയിട്ട് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവും. പക്ഷെ അത് റൂമും ഇതൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 2500 റുപ്യക്ക് ഓടിയിട്ട് കാര്യമില്ല, അതിന് കൂടുതൽ ഓടണം. മനസ്സിലായോ? അപ്പോൾ ഓടുന്നവനാണെന്നുണ്ടെങ്കിൽ അത്രയും പൈസ ബാക്കി ഉണ്ടാവും. ഈ നോമ്പ് റമദാനിന് 8 മണിക്ക് ഇറങ്ങി 2 മണിയായപ്പോൾ തീർന്ന് എൻ്റെത് 1000 റുപ്യക്ക് ബാക്കി ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ ചെയ്യുന്നത് എൻ്റെ മെത്തേഡ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന, നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ, മനസ്സിലായില്ലേ? ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പോഴും അങ്ങനെയല്ല. ഇനി CNG കാണിച്ചതുകൊണ്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഞാനെന്താ പറഞ്ഞത് 400 to 500 ഇതിൻ്റെ ഉള്ളിൽ വരും എന്ന് പറഞ്ഞത് കറക്റ്റ് കണക്ക് നമുക്കറിയാം. എണ്ണ എത്ര ചിലവാകുന്നുണ്ട്, എത്ര അടിക്കണം, എന്താ ഏതാ എങ്ങനെ, ഇതൊക്കെ നമുക്ക് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ വെറുതെ ഇരുന്നിട്ട് വായിട്ട് അരക്കാൻ നിൽക്കരുത് ആരും. മനസ്സിലായില്ലേ? അപ്പൊ അറിയാത്തതാണെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുക. മനസ്സിലായോ? അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.